പ്രസിഡന്റ്, ആ പ്ലാവിന്റെ ചില്ല വെട്ടി മാറ്റാതെ ബസ് ഒരടി മുന്നോട്ട് പോവില്ല. കുര്യപ്പാ, നമുക്ക് ആ ചില്ല അങ്ങ് വെട്ടി മാറ്റാം. അതാ കുമാരന്റെ കൊമ്പാ, പ്രശ്നാവൂ. എന്ത് പ്രശ്നം? ഇത് നാട്ടുകാരുടെ ആവശ്യമല്ലേ? നീ ധൈര്യമായിട്ട് വെട്ടിക്കോ. വെട്ടാം, പക്ഷെ ഞാൻ തന്നെ വെട്ടണോ? നിനക്കെന്താ പേടിയാവുന്നു? എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ആ ദൗത്യം നിർവഹിക്കാം. വെട്ടുകത്തെടുത്തോ. വരാ. ചക്കൊന്നും മുഴുപ്പ് പോരാ. കുര്യപ്പാ, കടക്കൽ വെച്ച് തന്നെ വെട്ട്. നല്ല വരിക്കാണെന്ന് തോന്നുന്നു. വരിക്കാണെങ്കിലും കുഴിക്കാണെങ്കിലും വെട്ടറ. തള്ളിവിടും. ഈ വെട്ടിയെത്തിയായിട്ട് എന്താണ് ഉദ്ദേശം? അത് ഇതിന്റെ കൊമ്പ് വെട്ടാൻ പറഞ്ഞു. ഇതിന്റെ കൊമ്പ് വെട്ടി നിന്റെ അമ്മൂമ്മയ്ക്ക് ശവപ്പെട്ടി പണിയാണ്. അവന്റെ അമ്മൂമ്മ പറയരുത്. ഇതിന്റെ കൊമ്പ് മുറിക്കാതെ പടക്കുതിരക്ക് പായാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. അയ്യടാ, ഒരു പ്രജാതൽപരൻ. അതെ, ആരെങ്കിലൂടെ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു വെത്താൻ വേണ്ടി അല്ലേടാ കോപ്പേ നീ ഈ പാട്ടവള്ളിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ടാറി നടന്ന് ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ ബാഹുലയ? അയ്യടാ, നിങ്ങളെങ്ങനെ വികസിപ്പിച്ചുണ്ടാക്കണ്ട. പറഞ്ഞത് കേട്ടാ? എന്റെ കൈപടക്കെടുത്തത് 16 വർഷമായിട്ടും ഭരിക്കാൻ കിട്ടാത്തതിന്റെ വിറയില്ല അയാൾക്ക്. വിറയ്ക്കുന്നത് കുളിര് കൊണ്ടാണ് ആ ഷക്കീലെ പ്രാന്ത. ചങ്കുറപ്പുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചങ്കുറപ്പുണ്ട്. വെറുതെ വെറും വയറ്റിൽ ഭാഷ പഠിപ്പിക്കാതെ ഗോപാല. ഈ ഒരു കൊമ്പ് മാത്രം വെട്ടിമുറിച്ചത് കൊണ്ട് ഇതിലെ ബസ്സൊന്നും ഓടാൻ പോകുന്നില്ല. എന്നാൽ ആ കൊമ്പ് മുറിക്കാം. എടാ കോപ്പേ, ഞാൻ ആസ്മാവല്ലുള്ളവനാ. ഈ ബസ് ഇതിലെ ഓടി ഒരു പൊടി എങ്ങാനും പറഞ്ഞാൽ അതിന്റെയൊക്കെ ഷേപ്പിനെ മാറ്റും. ഈ ബസ് കത്തിക്കും. വലിയോ? എവിടുന്നിട്ട് വലിക്കാൻ? ഇത്രയും നാളില്ലാതിരുന്ന വലിവ് തനിക്ക് ഇപ്പൊ എവിടുന്ന് വലിഞ്ഞേറി വന്ന്? എങ്ങനെ വലിഞ്ഞു കയറി വരാതിരിക്കും? പഞ്ചായത്ത് മുഴുവൻ മൺറോഡുകളല്ലേ. ഇപ്പൊ ജലിക്കുന്ന പീക്കിറി കൊച്ചിന് പോലും വലിവ് വരും. മാത്രമല്ല, വിഷപ്പുക പരത്തി ഈ വാമനപുരത്തെ മറ്റൊരു പ്ലാച്ചുമടയാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. പ്ലാച്ചിപടയിൽ വെള്ളമാടാ വേണ്ട. മുടന്തൻ ന്യായങ്ങൾ നിരത്തി പടക്കുതിരയെ തടയാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. എന്താ ഭീഷണിയാണോ? കുര്യപ്പ, മുറിച്ചു മാറ്റടാ കൊമ്പ്. ചങ്കൂറ്റോണ്ടെ തടയടാ പാട്ടിയെ.